ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീട്ടിൽ എങ്ങനെ ചിക്കൻ റോൾ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ അരക്കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 1 സ്പൂൺ ഈസ്റ്റും ഇട്ട് നല്ലതുപോലെ ഇളക്കി 10 മിനിറ്റോളം അടച്ച് വെക്കാം. അതിനുശേഷം 2 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിക്കാം, വെജിറ്റബിൾ ഓയിൽ. അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അടച്ചു വെച്ച ആ ഈസ്റ്റിൻ്റെ മിക്സ് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ 1/4 സ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. 1/4 സ്പൂൺ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം. കാറ്റ് അടക്കാത്ത രീതിയിൽ മേലെ എണ്ണയൊക്കെ തടവി എടുത്ത് വെക്കുക. 1.5 മണിക്കൂറോളം അടച്ച് വെക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. 1 സ്പൂൺ വലിയ ജീരകം ഇടുക. അതുപോലെ തന്നെ 1 സബോള ചെറുതായി കട്ട് ചെയ്തിടാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അതിനുശേഷം 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിടാം. അതിനുശേഷം നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിന് മുന്നോടിയായി നമ്മൾ ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലില്ലാത്ത ഇറച്ചി നമ്മൾ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ നമ്മൾ കുരുമുളകും ഉപ്പും ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചത്. അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നേരത്തെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അതിൽ കൂടെ ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇറച്ചി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് വയ്ക്കാം. അതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ അടച്ചു വെച്ച മാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവായിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിന്ന് എടുത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് അതിലേക്ക് മുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മുട്ട, ബ്രെഡ് പൊടി, പിന്നെ അതുപോലെ തന്നെ ഒട്ടിക്കാൻ മൈദയും വെള്ളം കൂടി കലർത്തിയത്. ഇനി നമ്മളിത് നേരത്തെ എടുത്ത് വെച്ച ആ ഇറച്ചിയിൽ മിക്സ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് ഓയിലെടുത്ത് ചൂടാക്കാം. അതിനുശേഷം ഇതുപോലെ പരത്തിയെടുക്കണം. ഇതുപോലെ കുറേശ്ശെ റോളാക്കിയതിന് ശേഷം ഇതുപോലെ പരത്തുക. അതിനുശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. 2 സൈഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് വേണം റോൾ ചെയ്യാൻ. അപ്പോൾ അതിനകത്തേക്ക് ഒന്നും എണ്ണയൊന്നും ഉള്ളിലേക്ക് പോകില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒട്ടിക്കാൻ വേണ്ടി പശയാക്കി വെച്ചിട്ടുണ്ടല്ലോ, മൈദയും വെള്ളം കൂടി കലർത്തിയത്, അത് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മുട്ടയിൽ മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് പൊടിയിൽ മുക്കിയതിന് ശേഷം എണ്ണയിലിട്ട് പൊരിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിലോട് കൂടി കിട്ടും. പിന്നെ ഇതുപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം വന്നിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടാക്കാൻ പറ്റില്ല കേട്ടോ. സിമ്മിലിട്ട് ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനകത്തുള്ളതൊന്നും വേവത്തില്ല. അപ്പോൾ സിമ്മിലിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നെ കമൻറ്റും അയക്കണേ. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് അയയ്ക്കുക. താങ്ക് യു.